ആ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ണീക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നീ വരുവോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എന്റെ ഹൃത്തിലെടുത്തു വച്ചു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. പാവം പൂങ്കുയിൽ മാത്രമായി. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെന്നോ പാടിയ പഴയൊരാ പാട്ടിന്റെ ഈണം മറന്നുപോയി, അവൻ പാടാൻ മറന്നുപോയി. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്കയായി വച്ചു കൂപ്പുന്നു ഞങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമേ
വിളങ്ങുവാൻ വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ അറിവിൻ്റെ പാത തുറക്കേണേ നാദ കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ആദരണീയരായ ഗുരുക്കന്മാരെ, പ്രിയ സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. നമ്മളാക്കിയ നമ്മുടെ വിദ്യാലയത്തിലേക്ക്, നമ്മുടെ പ്രിയ അധ്യാപകരുടെ അടുത്തേക്ക് പടിയിറങ്ങി 30 വർഷത്തിന് ശേഷം കുടുംബത്തോടൊപ്പം എത്തിയിരിക്കുകയാണ്. ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, സൗഹൃദങ്ങൾ, മത്സരങ്ങൾ, സമരങ്ങൾ, അങ്ങനെ ഓർക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച നമ്മുടെ വിദ്യാലയം, വിഷയങ്ങളും ഭാഷകളും പഠിച്ചിരുന്ന ക്ലാസ് മുറികൾ, ഓടിച്ചാടി മത്സരിച്ച് ഉല്ലസിച്ച നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട്, കലാപരിപാടികൾ നിറഞ്ഞാടിയ നമ്മുടെ സ്റ്റേജ്, എല്ലാറ്റിനുമുപരിയായി നമ്മളെ സ്നേഹിച്ചും പഠിപ്പിച്ചും ശാസിച്ചും നേർവഴിക്ക് നയിച്ച നമ്മുടെ അധ്യാപകർ, അങ്ങനെ സ്കൂളിൻ്റെ അങ്കണത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഈ നിറഞ്ഞ സദസ്സ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ കൃത്യനിഷ്ഠ നമ്മളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നു. പക്ഷേ ഇപ്പോഴും നമ്മളവിടെ കുറച്ച് വീക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സദസ്സ് കാണുമ്പോൾ. എങ്കിലും കുടുംബത്തോടൊപ്പം RMHS എന്ന വികാരവുമായി 93-94 ബാച്ച് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ഇപ്പോൾ ബാച്ച് സംഗമങ്ങളുടെ കാലാണ്. 70-80 വയസ്സായവർ പോലും വളരെ ഉത്സാഹപൂർവ്വം ബാച്ച് മീറ്റ് സംഘടിപ്പിക്കുന്ന കാലം. എന്നാൽ ഏതൊരു ബാച്ചിൽ നിന്നും വ്യത്യസ്തമായി തനതു ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ ബാച്ച് എന്ന് എനിക്ക് ശക്തിയുക്തം പറയുവാൻ സാധിക്കും. 400-450ഓളം കുട്ടികൾ പഠിച്ചിരുന്ന ബാച്ചിലെ 132 അംഗങ്ങളാണ് ഇന്ന് നമ്മുടെ ബാച്ചിലുള്ളത്. ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നതും അംഗങ്ങളാകുന്നതും തികച്ചും വ്യക്തിപരമാണ്. നമുക്കറിയാം, മനഃശാസ്ത്ര പ്രകാരം വ്യക്തി സ്വഭാവം വർണ്ണനാതീതമാണ്. അതിൽ സൗഹൃദം ഇഷ്ടപ്പെടുന്നവരും അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കാം ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഈ ഗ്രൂപ്പിൻ്റെ തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് 100% പറയുവാൻ സാധിക്കും, ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമാണ്. യാതൊരു വ്യത്യാസവും ആർക്കും തമ്മിൽ ഇവിടെ കൽപ്പിച്ചിട്ടില്ല. നമ്മൾ നടത്തിപ്പിനായി മാത്രം ജനാധിപത്യ രീതിയിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. സന്ദർഭങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു, ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങിയതിൻ്റെ 30ാം വാർഷിക അവസരത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന പ്രിയ അധ്യാപകരെ, നമ്മുടെ ഗുരുക്കന്മാരെ നിറഞ്ഞ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ഈ സ്കൂളിലെ HM KT നാരായൺ മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ എത്തുമായിരിക്കാം. നമ്മളുടെ സമയത്ത്, നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മളുടെ പ്രധാന അധ്യാപകനായി നമ്മളെ നേർവഴിക്ക് നയിച്ച നാരായണ മേനോൻ മാസ്റ്റർ, LC ടീച്ചർ, വിജയശങ്കരൻ മാസ്റ്റർ, പ്രസാദ് മാസ്റ്റർ, സുഗുണൻ മാസ്റ്റർ, KT നാരായണൻ മാസ്റ്റർ,
ക്ലമന്റ് മാസ്റ്റർ, സിസിലി ടീച്ചർ, ഹനീഫ ടീച്ചർ, ആരിഫ ടീച്ചർ, ദുർഗാദേവ് ടീച്ചർ, സരസ്വതി ടീച്ചർ. നിറഞ്ഞ സന്തോഷത്തോടെ നമുക്കൊന്നുകൂടി കൈയടിച്ച് സ്വാഗതം ചെയ്യാം. ഇനി ഈ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫസൽ റഹ്മാനെ സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്ന അബ്ദുൾ ജലീൽ, പ്രസാദ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റുമാരായി പ്രവർത്തിക്കുന്ന ഇല്യാസ്, സലീം, പ്രോഗ്രാം കൺവീനർ സുൽഫി, ഗ്രൂപ്പ് അഡ്മിൻ പ്രസാദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മജീദ്, ഗഫൂർ, ജയപ്രകാശ്, ജിഷാർ, ഉണ്ണി, ഷംസാദ്, നമ്മുടെ ട്രഷറർ അബു എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയ കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റി. എന്നാൽ ഇവിടെ എത്തിച്ചേരണമെന്ന് 100% മനസ്സുണ്ടായിട്ടും എത്തിച്ചേരാൻ കഴിയാത്ത നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വിദേശത്തുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഉപരിയായി ഈ ബാച്ച് നിലനിൽക്കുന്നത് നമ്മുടെ ബെറ്റർ ഹാഫ്, നല്ല പാതികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലുപരിയായി നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ അധ്യക്ഷനായി പ്രോഗ്രാം കൺവീനർ സുൽഫിക്കർ അലിയെ ക്ഷണിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാരെ, എൻ്റെ സഹപാഠികളെ, അവരുടെ കുടുംബങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും 93-94 ബാച്ചിൻ്റെ 30ാം സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഠനകാലം തൊട്ട് ഇന്നുവരെ ഈ RMHSൻ്റെ അമരക്കാരായി നിന്ന് ഈ വിദ്യാലയത്തെ നയിച്ച നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അധ്യാപകരെ നേരിൽ കാണാനും അവരെ ആദരിക്കാനും കിട്ടിയ ഈ അവസരം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. കൂടുതലായി ഞാൻ ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നമ്മളെ സുധ സംസാരിച്ചു. ഇനി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ബഹുമാനപ്പെട്ട മേനോമാഷെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരായിരുന്ന അധ്യാപക സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ടിരുന്ന നാരായണൻ മാസ്റ്റർ വരാത്തതുകൊണ്ട് ഒരു പഴയ നാരായണൻ മാഷാണ് ആ കർമ്മം നിർവഹിക്കണം. അപ്പം ഈ ധന്യമുഹൂർത്തത്തിൽ പങ്കാളിയാവാനും ഞങ്ങളൊക്കെ ഇവിടെ നാട്ടിലുള്ള സമയത്ത് തന്നെ ഇത് സംഘടിപ്പിക്കാനൊക്കെ കഴിഞ്ഞ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായി എല്ലാവരെയും അറിയിക്കട്ടെ. ഞാനൊക്കെ ഇപ്പോൾ ഈ 80 വയസ്സിൻ്റെ ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. കാരണം ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ഞാനൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ വിചാരിച്ചത് ഞങ്ങൾക്ക് ഈ 12 കൊല്ലം കഴിയുമ്പോൾ ഒരു മറ്റേ പെൻഷൻ്റെ പിടിച്ചു വെച്ചത് തരുന്നൊരു സമ്പ്രദായമുണ്ട്. ആ 12 വർഷം കഴിഞ്ഞിട്ട് അതെന്നെ വാങ്ങാൻ പറ്റുമോ എന്നുള്ള അംശത്തിലായിരുന്നു. അതായത് ഒരു 60-65 വയസ്സ് വരെയൊക്കെ പോവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളന്ന്. പക്ഷേ എന്തോ അറിയില്ല, നമ്മളെ സാഹചര്യങ്ങളും ഇന്നത്തെ ചികിത്സാ സൗകര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കുറേയും കൂടി ജീവിക്കാൻ പറ്റി, നിങ്ങളെയൊക്കെ കാണാൻ പറ്റി. അതുപോലെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടൊക്കെ ഒപ്പം ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ള ഈ സന്ദർഭത്തിൽ, ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതൊന്നും അല്ല ലോകം. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, വളരെ മാറ്റം വന്നിട്ടുണ്ടാവും. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, നിർമ്മിത ബുദ്ധി കൊണ്ട്
നമുക്ക് എന്തൊക്കെ സാധിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. അതുപോലെ ചികിത്സാ രംഗത്ത് ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലൊക്കെ ശാസ്ത്രത്തിൻ്റെ വളർച്ച വളരെ വലിയ മാറ്റങ്ങൾ നമ്മളെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഓരോ വ്യക്തിക്കും സ്വന്തം കുടുംബത്തിലുള്ളവർ കാണാനോ വീട്ടിലുണ്ടെങ്കിൽ തന്നെ സംസാരിക്കാനോ സമയം ഉണ്ടാവില്ല. നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കൂടെയുള്ള മൊബൈൽ ഫോണാണ്. അതില്ലെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂറും കൂടി ഇരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പോൾ ഭർത്താവിന് ഭാര്യയെ കണ്ടില്ലെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടില്ലെങ്കിലും സുഹൃത്തുക്കളെ കണ്ടില്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ആ മാറ്റം ചിന്തിച്ചാൽ മതി. ഏകദേശം ഒരു 45-48 വയസ്സിനിടയിലുള്ള ആൾക്കാരാണ് ഈ ബാച്ചിൽ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. വിദ്യാർത്ഥികളായിരുന്നവർ ഇന്നവർ ജീവിതത്തിൻ്റെ പല മേഖലയിലും ജോലി സംബന്ധമായിട്ടും മറ്റ് തൊഴിൽ മേഖലയിലുമൊക്കെ വളരെ ഉയർന്ന നിലയിലും താഴ്ന്ന നിലയിലും പല നിലയിലും പ്രവർത്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ കാലഘട്ടങ്ങൾ പിന്നിട്ടു, മാറ്റങ്ങൾ കണ്ടു, പലതും അനുഭവിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പല കാര്യങ്ങളും ഒരു 70 വർഷം മുമ്പ് മുതലുള്ള കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് മനുഷ്യ ബന്ധങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ജാതി മത വ്യത്യാസങ്ങളൊക്കെ അന്ന് കൂടുതലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് അന്ന് ജാതിയൊക്കെ വളരെ വല്ലാതെ സമൂഹത്തിൽ ബാധിച്ചൊരു സമയമായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും താണ ജാതിക്കാരൊന്നും കയറി വരാൻ പാടില്ല. ഉയർന്ന ജാതിക്കാരൻ്റെ വീട്ടിലേക്ക് ഉയർന്ന ജാതിക്കാരൻ താണ ജാതിക്കാരൻ്റെ വീട്ടിൽ പോവില്ല, ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയുള്ള പഴയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടി എന്തുണ്ടായിരുന്നു? മനുഷ്യത്വം എന്ന് പറയുന്നൊരു വലിയ ധാര അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. ആരാണെങ്കിലും അതെ, ഒരാൾക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും സമൂഹത്തിൽ. ആ സ്ഥാനം അങ്ങനെ ഉണ്ടെങ്കിലും അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് ആ ബന്ധത്തിന് കുറേ ഉലച്ചിൽ വന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പലതും മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. ഈ ജീവിതത്തിൻ്റെ ഇടയിൽ പലതും മറന്നുപോകും, ചിലതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. പിന്നെ സാമ്പത്തിക ഉന്നമനത്തിനും ജീവിതത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിൽ പലതരത്തിലുള്ള ജോലികളും പ്രവൃത്തികളും ചെയ്യുമ്പോൾ പല ഭാഗങ്ങളും നമ്മൾ വിട്ടുപോകും. പക്ഷേ ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ സംഗമം വിട്ടുപോവാത്ത ഒരു കണ്ണിയുടെ ഉദാത്ത ഉദാഹരണമാണ്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള സംഗമങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വിളിക്കാറുമുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ആ കാര്യത്തിൽ. പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ പഴയ കാലത്തെ പറ്റി ഓർമ്മ വരുന്നത്, നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളൊരു 10-15 വയസ്സൊക്കെ ഉള്ള കാലത്ത് ഇവിടെ ഓടി നടന്ന ഈ ഗ്രൗണ്ടിൽ ഓടി നടന്നപ്പോൾ, ക്ലാസ് റൂമുകളിൽ കളിച്ചപ്പോൾ, ഓരോ വികൃതി കാണിച്ച് നിങ്ങൾ പല കുസൃതിത്തരങ്ങളും കാണിച്ചപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടു രസിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ ശിക്ഷയൊക്കെ തന്നിട്ടുണ്ടാവും. പക്ഷേ അത് സ്വാഭാവികമാണ്. ഇന്ന് ചിലപ്പോൾ അതൊക്കെ കുറവാവും. കാരണം അന്ന് ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് അടിക്കേ, ചീത്ത പറയേ, ക്ലാസ്സിൽ നിർത്ത്, പുറത്ത് നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ല. ഇന്നങ്ങനെയല്ല. ഇന്നത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇന്ന് രാഷ്ട്രീയം വരും, മതം വരും, വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വളരെ സങ്കീർണമായി പോകുന്നുണ്ട്. നിങ്ങൾ പല ഉദാഹരണങ്ങളും നമ്മളറിയാറുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് നാട്ടിലില്ല. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പത്രത്തിലും ടി വിയിലും അതുപോലെയുള്ള രീതിയിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഗൾഫിലൊക്കെ പോയി ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടായത്. സാഹചര്യം അങ്ങനെ സൃഷ്ടിച്ചതാണ്. എന്നാലും അവിടെ പോയപ്പോൾ ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെപ്പറ്റി വളരെ കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. നമ്മളിവിടെ കാണുന്നത് ഇന്ത്യക്കാരെ കാണുന്നുള്ളൂ,
കേരളക്കാരനെ കാര്യമായിട്ട് കാണുന്നു, തമിഴനെ കാണുന്നു, കർണാടകക്കാരനെ കാണുന്നു, തെലുങ്കിനെ കാണുന്നു, വടക്കേ ഇന്ത്യക്കാരനൊക്കെ അപൂർവം കാണുന്നു. പിന്നെ ഇവിടെ ജോലിക്കൊക്കെ വന്ന് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിലാളികളെ കാണുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത മനുഷ്യ സമൂഹങ്ങളുണ്ട്. അവരുടെ ആകൃതി, പ്രകൃതി, ഭക്ഷണ രീതി, അതുപോലെ വസ്ത്രധാരണ രീതി, ഇതൊക്കെ വളരെ വിഭിന്നമാണ്. പിന്നെ ഭാഷ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഷ അറിയാത്തൊരവസ്ഥയിലാണെങ്കിൽ രണ്ടുപേരും ഇരിക്കുക എന്നല്ലാതെ ആംഗ്യം കൊണ്ടോ വേറെ എന്തുണ്ടെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ അത്തരം ഒരുപാട് സന്ദർഭങ്ങളിൽ കൂടി പോകാനുള്ള അവസരം ഇന്നെനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനിന്നും ഒരു വലിയ നല്ല വിദ്യാർത്ഥിയായിട്ട് കൂടുകയാണ്. ഇപ്പോൾ മനുഷ്യനെ പറ്റി പറയാറുണ്ട്, ജനിച്ച മുതൽ മരിക്കുന്നവരെ അവൻ വിദ്യാർത്ഥിയാണെന്ന്. അപ്പോൾ ആ അവസ്ഥയിലാണിപ്പോൾ ഞങ്ങളൊക്കെ ഉള്ളത്. പലതും മനസ്സിലായിക്കൊണ്ടിരിക്കും. എപ്പോഴും മനസ്സിലാക്കാത്ത എന്തോ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിൽ മനുഷ്യനെ പറ്റി തന്നെ കാണാൻ ഉണ്ട്. അപ്പോൾ ഞാൻ കാട് കയറി പലതിലേക്കും പോകുന്നില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ പലതും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാ വർഷങ്ങളിലും മിക്കവാറും നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി വളരെ ഹൃദ്യമാണ്. ഇതിൽ ഇന്ന് കുറച്ച് ശോഷിച്ച് കാണുന്നുണ്ട്. കാരണം ഇത് വലിയ ഓഡിറ്റോറിയമാണല്ലോ, ഓപ്പൺ ഓഡിറ്റോറിയം വലുതാണ്. അപ്പോൾ ആൾക്കാർ കുറേ ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത മാതിരി തോന്നും ചെയ്യും. അപ്പോൾ എണ്ണം കുറവാണെങ്കിലും പതിവായി കാണുന്ന മുഖങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ സന്തോഷത്തിനും നിങ്ങൾ തരുന്ന ആദരവിനും ആദ്യമായിട്ട് നന്ദി പറയാണ്. പിന്നെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇവർക്കൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഇന്ന് കെട്ടിപ്പടുത്തു കഴിഞ്ഞു. കുട്ടികളൊക്കെ അതിൻ്റെ അവസ്ഥയിൽ അവരെ പ്രാരംഭഘട്ടത്തിലായിരിക്കും, പഠനത്തിലായിരിക്കും പലരും. ചിലരൊക്കെ ജോലിയിൽ കയറിയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ജീവിതത്തിനെ നോക്കിക്കാണുകയും തിരക്ക് പിടിച്ച സന്ദർഭങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണ് അപ്പോൾ അതിലൊക്കെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് ഔപചാരികമായി ഈ യോഗവും ഇവിടെയുള്ള ഈ സംഗമവും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഫസൽ റഹ്മാനെ ക്ഷണിച്ചുകൊള്ളും. വേദിയിലും സദസ്സിലുമുള്ള ഗുരുനാഥന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ അവാർഡ് സ്വീകരിക്കാനെത്തിയിട്ടുള്ള ന്യൂജൻ വിദ്യാർത്ഥികളെ, ഇന്നലെ ഞാൻ സേലത്തായിരുന്നു. ആക്ച്വലി ഇന്ന് ഞാൻ സേലത്ത് ഉണ്ടാവേണ്ടതാണ്. കാരണം ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി സേലത്തുള്ള വിനാമിഷൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മെഡിക്കൽ കോളേജ്, 3 നഴ്സിംഗ് കോളേജ്, 2 എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ 3 പാരാമെഡിക്കൽ കോളേജ്, അതുപോലെ 3 അലൈഡ് ഹെൽത്ത് കോളേജസൊക്കെയുള്ള വലിയ സ്ഥാപനമാണ്. അവരുടെ കോൺവൊക്കേഷനാണ് നാളെ. ശരിക്കും നാളെ ഞാൻ അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മൾ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തപ്പോൾ തന്നെ നമുക്കവിടെ അന്ന് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും പിന്നെ ഇന്നലെ വേറെ ചില ആവശ്യങ്ങളുമായിട്ട് ഇന്നലെ അവിടെ പോകേണ്ടി വന്നു. അപ്പോൾ ഇന്ന് വെളുപ്പിനാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് എത്തിയത്. എന്തായാലും ഇത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പലരായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് പല ആളുകളും പറഞ്ഞിരുന്നു ഇന്ന് എത്താൻ കഴിയില്ല. അപ്പോൾ എന്താ നാട്ടിലില്ലേന്ന് ചോദിച്ചു. അല്ല, നാട്ടിലുണ്ട്, പക്ഷേ മറ്റ് പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓരോ കാര്യത്തിനും നമ്മളെങ്ങനെ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പ്രയോറിറ്റി കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളിൽ എത്തിപ്പെടുന്നത്. അത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരു റിപ്പോർട്ട് അവതരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു 10 പേജൊക്കെ ഉള്ളൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനത്തെ ഒരു സദസ്സിൽ അത് ഒരു വൈരുദ്ധ്യം ആവും എന്നുള്ളതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 21/1/2023 നമ്മൾ പുതിയ കമ്മിറ്റി നിലവിൽ വന്നത്. സുധ പ്രസിഡൻ്റായും ഫസൽ റഹ്മാൻ എന്ന ഞാൻ സെക്രട്ടറി ആയിട്ടും, അതുപോലെ ഇല്യാസ് സലീം എന്നൊരു വൈസ് പ്രസിഡൻ്റായിട്ടും, പ്രസാദ് ജലീൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും, അബു ട്രഷറായും, അതുപോലെ സക്കീർ കോർഡിനേറ്ററായും, സുൽഫി, ഷംസാദ്, ഗഫൂർ, ജയപ്രകാശ്, ഉണ്ണി, മജീദ്, ജിഷാർ എന്നുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായിട്ടുമാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത്.
ജനാധിപത്യപരമായിട്ടൊരു കമ്മിറ്റി നിലവിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും തുല്യ അധികാരവും തുല്യ നിലവാരമുള്ള രീതിയിലാണ് നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ പെരുന്നാളോടനുബന്ധിച്ചൊരു സ്നേഹ സംഗമം നമ്മൾ സംഘടിപ്പിച്ചു. നാട്ടിലുള്ള കുറേ പേർക്ക് ഇവിടെ ഒത്തുചേരാനായി. അതോടൊപ്പം നമ്മൾ 16/7 കഴിഞ്ഞ വർഷം ജൂലൈയിൽ വിപുലമായ രീതിയിൽ ജനറൽ ബോഡി സംഘടിപ്പിച്ചു. 100-ലധികം ആളുകൾ പങ്കെടുത്തിരുന്നു. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും ഒക്കെ കലാപരിപാടികൾ നല്ല രീതിയിലുണ്ടായിരുന്നു. അതിനോടുകൂടെ തന്നെ അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു SSLC അതുപോലെ +2 പോലുള്ള ജീവിതത്തിലെ വഴിത്തിരിവായിട്ടുള്ള ഒരു മേഖലയിൽ നേട്ടം കൈവരിച്ചവർക്കുള്ള അവാർഡ് കൊടുക്കുക എന്നുള്ള അന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് സമയപരിമിതി മുതൽ സാധിച്ചില്ല. ഇപ്രാവശ്യം നമുക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും SSLC +2 ജേതാക്കൾക്ക് ആ ഒരു ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അകത്തു നിന്ന് തന്നെ പ്രോത്സാഹനം കിട്ടുക എന്നുള്ളത് വലിയൊരു ഉത്തേജനമാകും. മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്കൊരു കുതിപ്പിന് അതൊരു ഇന്ധനമാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊരു തീരുമാനം നമ്മളെടുത്തത്. തുടർന്നും ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ വർഷങ്ങളിലും നമ്മളുടെ മക്കൾക്ക് SSLC +2 അതുപോലെ തന്നെ മറ്റ് ഉന്നത നേട്ടം കൈവരിക്കുന്നവർക്ക് അങ്ങനെ നൽകണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ അതിന് നമ്മളെല്ലാവരുടെയും ഒരു സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ സാന്ദർഭികമായിട്ട് ഞാൻ ഒന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ RMHS മേലാറ്റൂർ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച മെഗാ അലുമിനി മീറ്റിൽ അതിൻ്റെ പ്രാരംഭ യോഗത്തിലും തുടർന്ന് 2 ദിവസം നീണ്ടുന്ന മെഗാ അലുമിനി പ്രോഗ്രാമുകളിലും അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങുകളിലും നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും അതുപോലെ നമ്മുടെ മറ്റംഗങ്ങളുടെയും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പറയാനുള്ളത്, ഈ കൂട്ടായ്മ രൂപീകരിച്ച തുടക്കം മുതൽ എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമുക്ക് സംഗമങ്ങൾ സംഘടിപ്പിക്കുവാനും അതുപോലെ ടൂറ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ സമയാസമയങ്ങളിൽ സംഘടിപ്പിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റു പല കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ വർഷവും നമ്മൾ ഈ രീതിയിൽ തന്നെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് വരുന്നു. പല ആളുകളും അന്നൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ, എനിക്ക് തോന്നുന്നു ജിഷാറിനെ പോലത്തെ ആളുകളൊക്കെ ഇപ്രാവശ്യം പങ്കെടുക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നവരുണ്ട് ഇവിടെ. അപ്പം ആ ഒരു കാര്യം ഇവിടെ പറയാണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ കവാടം നമ്മുടെ അലുമിനിയുടെ ഈ 93-94 ബാച്ചിൻ്റെ ഒരു അഭിമാനമാണ്. കാരണം മറ്റു ബാച്ചുകൾക്കൊന്നും കിട്ടാത്തൊരു അവസരമാണ് നമുക്ക് അന്ന് കിട്ടിയത്. അതിനുവേണ്ടി സ്കൂൾ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ അന്നത്തെ HM ആയിരുന്ന സൂണം മാഷിനും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ആ കവാടത്തിൽ എന്നും നമ്മുടെ ബാച്ചിൻ്റെ പേര് അങ്ങനെ 93-94 എന്നുള്ളത് അവിടെ നിറഞ്ഞു നിൽക്കുന്നു. അത് നമുക്ക് വലിയൊരു അഭിമാനമാണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ സ്നേഹ വീട് എന്നുള്ള പരിപാടിയിൽ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പരിപാടിയിൽ നമ്മുടേതായിട്ടുള്ളൊരു സംഭാവന നമുക്ക് കനപ്പെട്ട രീതിയിൽ തന്നെ നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ മക്കളുടെ വിവാഹാർത്ഥമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങളിലും നമുക്ക് കഴിയുന്ന രീതിയിൽ അവരെ സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂൺ 6-ാം തീയതി കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ ഇതുവരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ച വിവിധ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ, ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറഞ്ഞാൽ ദീർഘിച്ചു പോകുമെന്നുള്ളതുകൊണ്ട് എല്ലാവരും വളരെ സജീവമായ രീതിയിൽ അതിൻ്റെ വ്യത്യസ്ത കമ്മിറ്റികളിൽ ഉത്തരവാദിത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ, പ്രോഗ്രാം, ഫുഡ്, അതുപോലെ മൊമെൻറ്റോ, ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ് തുടങ്ങിയ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റി. പിന്നെ പങ്കാളിത്തത്തിൻ്റെ ഒരു കാര്യമാണ്. പങ്കാളിത്തത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ സൂചിപ്പിച്ചതാണ്. അത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടാണ് പല ആളുകളും എത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കേണ്ടതുമാണ്. ചിലപ്പോൾ പല ആളുകൾക്കും ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ ഉള്ള വൈമുഖ്യം അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കൂടുതൽ ആളുകളെ അത്തരം പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇവിടെ നാട്ടിലുണ്ടായിട്ടും പങ്കെടുക്കാത്ത ആളുകളുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഗ്രൂപ്പ് സജീവമായി നിലനിർത്തി ഓരോ ഇടവേളകളിലും മെസ്സേജും വീഡിയോസും അതുപോലെ പരസ്യങ്ങളൊക്കെ നൽകി, അതുപോലെ ഓരോ ആളുകളെയും വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ച് ഫോൺ ചെയ്ത് സുൽഫി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു നെടുന്തൂണായി തന്നെ പ്രവർത്തിച്ചു. അതുപോലെ മൊമെൻറ്റോ തയ്യാറാക്കി നൽകുന്ന കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിച്ച ആളുകളുണ്ട്. ഫണ്ട് കളക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രസാദ് വളരെ ഉത്തരവാദിത്തോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രവാസ ലോകത്ത് നിന്ന് സക്കീർ അതുപോലെ മറ്റ് സുഹൃത്തുക്കളൊക്കെ പരമാവധി പ്രോഗ്രാം ലൈവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് സംഭാവന നൽകിയവരാണ്. സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമല്ല ഉദ്ദേശിച്ചത്. ഇവിടെ നിങ്ങൾ വരുന്നതിന് വലിയൊരു സംഭാവനയാണ്. നിങ്ങളുടെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ സംഭാവന. അത് സാമ്പത്തികം നമുക്കൊരു പ്രശ്നമല്ല. ഇപ്പോൾ സാമ്പത്തികമൊന്നും കിട്ടിയില്ലെങ്കിലും ഈ പ്രോഗ്രാം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. അത് കൊണ്ടുപോകും.
പക്ഷേ എല്ലാവരും സാമ്പത്തികമായി സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലുപരി നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ട് അവതരണം ഇവിടെ പൂർത്തിയാക്കുന്നു. അതുപോലെ തന്നെ ഉപരിപഠനത്തിനായി ഒരുങ്ങുന്ന SSLC +2 വിജയികൾക്ക് തുടർന്നുള്ള അവരുടെ പഠനത്തിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സേലത്തുള്ള കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഗതമാഷൊക്കെ അറിയുന്നതാണ്. സുഗതമാഷ മോളിപ്പോൾ അവിടുന്ന് MBBS പാസ്സായി ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ എല്ലാവരും ഒരു കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് പോവാണ്. ആ കേക്ക് മുറിക്കൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടുള്ള KT നാരായണൻ മാഷാണ്. ആ ചടങ്ങിലേക്ക് വേദിയിലുള്ള എല്ലാ അധ്യാപകരെയും ക്ഷണിച്ചുകൊള്ളുന്നു.